കൊലോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എപ്പഫ്രാസിൻ്റെ ക്വാളിറ്റി എത്ര പാസ്റ്റർമാർക്കുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിശ്വാസികൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ആഗോള വ്യാപകമായി വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ ചൂട് കൂടിയിരിക്കുക. നമ്മൾ ഈ ചൂടിന് എന്താ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന് സൗഖ്യമില്ല, ദേശനിവാസികൾ വെന്തുരുകുക. ചൂട് കൊണ്ട് മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുക. വെള്ളമില്ലാതെ മൃഗങ്ങളും പക്ഷികളും മനുഷ്യരുമൊക്കെ വളരെ കഷ്ടപ്പെടുക. ഇടയ്ക്ക് ആരണ്ടും പറഞ്ഞു, നമ്മുടെ വീടിൻ്റെയൊക്കെ മുമ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കണമെന്ന്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പർവ്വജാതികൾ വന്ന് കുടിക്കാനായിട്ട്. അവർക്ക് അവിടെ വെള്ളം, നീറുകളുള്ള വല്ലതും ഉണ്ടോ? നമുക്ക് 3 നേരം തിന്നാൻ പറ്റുമെങ്കിൽ തിന്നിട്ട് മൂക്കുമുട്ട തിന്നിട്ട് മലന്ന് കിടന്നുറങ്ങുന്ന നമ്മൾ മറ്റേ ചിന്തകളുണ്ടോ? എത്ര നല്ലൊരു ചിന്തയാണ് അത്. ഞാനും ഇവിടെ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓരോരുത്തരുടെയും വീടുകളുടെ മുമ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കുക. ഈ കാക്കകളും പക്ഷികളൊക്കെ വന്ന് അത് കുടിക്കട്ടെ. ചൂട് കൊണ്ട് വരണ്ടുകൊണ്ടിരിക്കുക, ദേശം മുഴുവൻ വരണ്ട് കിടക്കുക. ഒരു തുള്ളി വെള്ളം ഭൂമിയിലെങ്ങുമില്ല. ഉറവുകളൊക്കെ ഉണങ്ങി വറ്റ് വരണ്ട് കിടക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസഭ അതിൻ്റെ മൂല്യച്യുതിയുടെ അത്യുച്ചകോടിയിലെത്തിയിരിക്കുക. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയണം. എന്നാലേ ദേശത്തിന് സൗഖ്യമുണ്ടാവുള്ളൂ. ദേശത്തിൽ കലാപം നടക്കുന്നു, രാഷ്ട്രീയ കലാപങ്ങൾ. നമുക്കറിയാം, ഇലക്ഷനോടനുബന്ധിച്ച് എന്തെല്ലാം കലാപങ്ങളാണ് നടക്കുന്നത്, അക്രമങ്ങളാണ് നടക്കുന്നത്. 3 കാര്യങ്ങളെക്കുറിച്ച് ആ വേദപണ്ഡിതന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1, ദേശം മുഴുവൻ കലാപം കൊണ്ട് നിറയുന്നു. 2, പ്രകൃതിക്ഷോഭം. 3, മാരകമായ രോഗം ലോകത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി വേദപണ്ഡിതന്മാർ ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ പറയുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തും. ദേശത്തിന് സൗഖ്യമില്ല. വർഗീയ കലാപങ്ങളും അക്രമങ്ങളും അനീതികളും നിമിത്തം ദേശത്തിന് സൗഖ്യമില്ല. പ്രകൃതിക്ഷോഭ നിമിത്തം ദേശത്തിന് സൗഖ്യമില്ല. മാരകമായ രോഗങ്ങൾ ദേശത്തെ കാർന്ന് തിന്നുന്ന നിമിത്തം ദേശത്തിന് സൗഖ്യമില്ല. ഇതിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എപ്പഫ്രാസിനെ പോലെ പ്രാർത്ഥനാ വീരന്മാരാണ് നമുക്ക് ആവശ്യം. പ്രസംഗിച്ച് കാശുണ്ടാക്കുന്നവരും പ്രസംഗിച്ച് വലിയ വലിയ ലക്ഷറി ലൈഫ് നയിക്കുന്ന പാസ്റ്റർമാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ആത്മീയ ഗോളം. സ്വാർത്ഥന്മാർ, ഉപജീവന മാർഗത്തിന് വേണ്ടി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നവർ, ധനസമ്പാദനത്തിന് വേണ്ടി വചനം പ്രസംഗിക്കുന്നവർ, നമ്മുടെ ന്യൂ ജനറേഷൻ മുഴുവൻ അത് തന്നെയാണ്. അവരെല്ലാം കോടീശ്വരന്മാരാണ്. കാശിന് പോക്കില്ലാതെ കിടന്നവനൊക്കെ ഇപ്പോൾ 10, 30, 40, 50, 100 കോടിയൊക്കെ സ്വത്ത് ഇതെവിടെ നിന്ന് കിട്ടി? ഇവരുടെയൊക്കെ ഉപ്പാപ്പൻ്റെ സ്വത്താണോ ഇത്? ഇവരുടെയൊക്കെ കുടുംബ സ്വത്താണോ ഇത്? വേദപുസ്തകം എടുത്ത് വ്യാജം പറഞ്ഞുണ്ടാക്കിയതല്ലേ? ഇതിനൊക്കെ ഒരു കണക്ക് ദൈവത്തോട് കൊടുക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ദേശത്ത് നടക്കുന്ന കലാപങ്ങളും ദേശത്ത് നടക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും ദേശത്തുണ്ടാകുന്ന മാരകമായ രോഗങ്ങളും, അതിൻ്റെ നടുവിൽ ഭക്തന്മാർ യെഹെസ്കേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനുണ്ടോ എന്ന് കാണുവാൻ ദൈവം നോക്കി, ആരുമില്ല എന്ന് കണ്ടു. അവിടെയാണ് യെഹെസ്കേലിൻ്റെ രംഗപ്രവേശനം. നെഹമ്യാവ്, ദാനിയേൽ, യെഹെസ്കേൽ, യോബ്, ഇവരെയൊക്കെ ചരിത്രമെടുത്ത് പഠിച്ചാൽ അവരെല്ലാം ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എസ്പെഷ്യലി ദാനിയേലും നെഹമ്യാവൊക്കെ ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ അരിഷ്ടതാവസ്ഥ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ മാരകമായ 3 വിഷയങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളും മാരകമായ പകർച്ചവ്യാധികളും കലാപങ്ങളും മാറാനായിട്ട് ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത് കൊലോസ്യയിലെ സഭയിലെ വിശ്വാസികൾ
തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി തീരണം. അതിനാ പ്രാർത്ഥിക്കുന്നത്. അതിനൊക്കെ പ്രാർത്ഥിക്കുന്ന ആരാ ഉള്ള ഇവിടെ? ഒരു ഗുണനിലവാരവും ഇല്ലാത്ത വിശ്വാസികളെ കൊണ്ട് ഭൂമി നിറഞ്ഞു കിടക്കുക. BJP വരാതിരിക്കാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗുണനിലവാരമില്ലാത്ത വിശ്വാസികളാണ് ഈ ഭൂമി കിടക്കുന്നത്. എന്നോടൊരിക്കൽ പറഞ്ഞൊരാൾ പറഞ്ഞു, ഒരു പാത്തറ പറഞ്ഞത്, BJP വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. BJP വരുന്നോ കോൺഗ്രസ് വരുന്നോ കമ്മ്യൂണിസ്റ്റ് വരുന്നോ അല്ല നമ്മുടെ വിഷയം. ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരവ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ആരോ ഭരിക്കട്ടെ, നമുക്കെന്നാ കാര്യം? BJP വന്നാൽ കുറച്ചുകൂടി നല്ലതാണ്. നമുക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ അവരാ നല്ലത്. എന്താ അതിന് തെറ്റുണ്ടോ? ഒന്നുമില്ലെങ്കിൽ മാനുഷിക ഭരണ ഭയമെങ്കിലും മനുഷ്യനുണ്ടാകും. ദൈവഭയവും ഇല്ല, മനുഷ്യനെ ഭയവും ഇല്ല, നിയമത്തെയും ഭയക്കത്തില്ല. ഒന്നിനെയും ഭയപ്പെടാതെ അമ്പലക്കാള പോലെ പോകുന്ന വിശ്വാസികളാണ് ഇന്ന് കൂടുതൽ. അതുകൊണ്ട് എപ്പഫ്രാസിനെ പോലെയുള്ള പ്രാർത്ഥനാ വീരന്മാർ സഭകളിൽ എഴുന്നേറ്റ് വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകന്മാർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസികളുടെ വിസയ്ക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും അതിന് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കിടന്ന് തലയറഞ്ഞ് പ്രാർത്ഥിച്ച് സമയം കളയാതെ ദൈവസഭയെ ഉദ്ധരിച്ചെടുക്കുന്ന പ്രാർത്ഥനാ വീരന്മാരെ, ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കുവാൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ദൈവഹിതം സംബന്ധിക്കുകയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി വിശ്വാസികൾ തീരേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതിനുവേണ്ടി അവർക്ക് ഉപദേശം പറയുന്നവർ. സത്യം പറഞ്ഞാൽ എപ്പഫ്രാസിനെ പോലുള്ള ശുശ്രൂഷകന്മാരാണ് ഇന്ന് ഭൂമിയിൽ സഭകൾക്ക് ആവശ്യം. ഇത് വിശ്വാസികൾ എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കപ്പെടട്ടെ. വല്ലവരെയും കൊന്നാണെങ്കിലും വല്ലവൻ്റെയും സ്വത്രം അപകരിച്ചാണെങ്കിലും വിശ്വാസികളെ അനുഗ്രഹിക്കപ്പെടുക, എന്നിട്ട് അവരുടെ നന്മ പറ്റി സന്തോഷിക്കുക. അതാണ് ഇന്നത്തെ ട്രെൻഡ്. നേരെ ചൊവ്വേ ജീവിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നൊരു ചിന്ത ആർക്കുമില്ല. ഏത് വളഞ്ഞ വഴിയിലൂടെയും എന്തെങ്കിലും നന്മ കിട്ടുമോ എന്നാണ് നോക്കിയിടത്. പ്രസംഗം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ, പൈസയ്ക്ക് വേണ്ടിയാ. പ്രാർത്ഥന പൈസയ്ക്ക് വേണ്ടിയാ. എൻ്റെ ഒരു അമ്മാമ്മ ഒരു പ്രാർത്ഥന വിഷയം ഒരു പാസ്റ്ററെ ഏൽപ്പിച്ചു. നമ്മുടെ കുടുംബത്തിലെ ചിലരുണ്ട്, രക്ഷിക്കപ്പെട്ട് വരണം. പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഒരു ഫോൺ വിളി, അമ്മാമ്മയെ ഞങ്ങൾ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ ചാനലിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. ഉടനെ പറഞ്ഞു, എത്ര രൂപ വേണം? 15,000 രൂപ. അപ്പോൾ പ്രാർത്ഥിക്കാനും കാശ്. അമ്മച്ചി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തു. 15,000 രൂപ മേടിച്ച് പ്രാർത്ഥിച്ച് 6 മാസമായിട്ട് ഒരു വിടുതലും ഇല്ല. അമ്മച്ചി ചോദിച്ചോ, പറഞ്ഞു അത് കർത്താവ് ചെയ്തോളൂ അമ്മാമ്മ എന്നും പറഞ്ഞ് പുള്ളി പാസ്റ്റർ തടിയപ്പി. ആരാളടുത്തും പറഞ്ഞു കൊടുത്തു, ഇന്ന പാസ്റ്ററാണ്, ഇന്ന ചിന്താഗതിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഭൂലോക തട്ടിപ്പാണ്, ഉടനെ കൊണ്ടുവന്ന് പാസ്റ്റർ പേരിൽ കേസ് കൊടുക്കാൻ. കേസ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസിന് പാസ്റ്ററുടെ നമ്പർ കൈമാറി. പോലീസ് സ്റ്റേഷനിൽ SI പാസ്റ്ററെ വിളിച്ചു. എന്താ പറഞ്ഞെന്നറിയാമോ? ഇത്ര ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്തില്ലെങ്കിൽ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി ഞങ്ങൾ പിടിച്ച് അകത്തോട്ട് പറഞ്ഞു. അതുകൊണ്ട് മര്യാദയ്ക്ക് താനാ അമ്മച്ചിയുടെ കാശ് കൊടുക്കാൻ പറഞ്ഞു. നെട്ടോട്ടം ഓടി 2-3 ദിവസം കൊണ്ട് കാശ് കൊടുത്തെന്നാണ് കഥ. ഇതുപോലെയുള്ള എത്ര എണ്ണത്തിനെ കാണിച്ചു തരണം. ഞാൻ എപ്പഫ്രാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ചിന്ത വന്നത്. എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന എന്താണ്? ആ വാക്യം ഒന്നുകൂടി വായിച്ചേ, 4:12. എപ്പഫ്രാസ് 4:12. ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും ഒന്ന് കാണാപ്പാഠം പഠിച്ചോണേ. അത്ര മനോഹരമായൊരു വാക്യമാണ്. നിങ്ങളിൽ ഒരുത്തനമായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായി എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി തീരേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. എപ്പഫ്രാസ് എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുക. കൊലോസിലെ സഭയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുക. വിസ കിട്ടണേ, ജോലി കിട്ടണേ, വണ്ടി കിട്ടണേ, കിണ്ടി കിട്ടണേ, വീട് കിട്ടണേ എന്നല്ല പ്രാർത്ഥന. വിശ്വാസികൾ ആത്മീയമായി നന്നാകണം. അവർ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി തീരണം. പൗലോസ് തിമോഥെയോസിനെ വിളിക്കണം, അല്ലയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ,
ദൈവത്തിൻ്റെ മനുഷ്യനാണെന്ന് ഇന്നൊരു പാസ്റ്ററിനെ വിളിക്കാൻ പറ്റുമോ? പിശാചിൻ്റെ സന്തതി എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം കയ്യിരിപ്പ് അതുപോലെയല്ലേ. ഞാൻ പരിഹസിച്ച് പറയുകയല്ല, സത്യമായിട്ട് പറയുക. തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും ചതിയും നടത്തുന്നവനെ പിന്നെ ആരുടെ സന്തതി എന്ന് വിളിക്കണം? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസഭയിലെ പാസ്റ്റർമാരെ, എനിക്ക് പറയാനുള്ള എഫ്രാസുമാർ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കട്ടെ. നെഹമ്യാവിനെ പോലെ. നെഹമ്യാവിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു നെഹമ്യാവിൻ്റെ പ്രാർത്ഥന? നെഹമ്യാവ് രാജസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹനാനി എന്ന സ്നേഹിതൻ വന്ന് നെഹമ്യാവിനോട് പറയുന്നു, അല്ലയോ പ്രിയ സഹോദര, നമ്മുടെ ദേശം യെരൂശലേം തീ വെച്ച് ചുട്ടും നശിച്ചും കിടക്കുന്നു. നമ്മുടെ സഹോദരന്മാരെല്ലാം കഷ്ടത്തിലായിരിക്കുന്നു, വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു, ശത്രുക്കൾ നമ്മളെ വാടകോരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ നെഹമ്യാവ് ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി. നെഹമ്യാവിൻ്റെ 1-ാം അധ്യായം എടുത്തുകൊണ്ട് വായിച്ച് പഠിച്ചോണം. 9-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ് നെഹമ്യാവിന്. പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ അവസ്ഥ ഇന്നലെ ഞാനൊരു സഹോദരിയോട് പറഞ്ഞു. ഇതാണ്, ഞാനും എൻ്റെ പിതാക്കന്മാരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തോട് അതിക്രമം ചെയ്തു. ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവമേ എന്ന് പറഞ്ഞ് നെഹമ്യാവ് സ്വന്തം പാപങ്ങളെ മാത്രമല്ല, പിന്നെ ആരുടെ പാപങ്ങളോട് എടുത്ത് പ്രാർത്ഥിക്കുക? ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ പ്രാർത്ഥന വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ ഇതൊക്കെ ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. എന്നാൽ ഈ മാസം 20-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടെടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു. നെഹമ്യാവ് 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ നിന്ന് എഴുന്നേറ്റ് അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെയും ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തെ നമസ്കരിക്കുകയും ചെയ്തു. നെഹമ്യാവിൻ്റെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചൊന്ന് പഠിച്ചോണേ. എത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിൻ്റെ പ്രാർത്ഥന. അതെ, താൻ പറയുകയാണ്, എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു നെഹമ്യാവിന്? രാജസന്നിധിയിലിരുന്ന് രാജഭോജനം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവനാണെന്ന് ഓർത്തോണം. സ്തോത്രം. രാജാവിൻ്റെ സന്നിധിയിലിരുന്ന് രാജഭോജനം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ്. രാജകീയ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് വിധിക്കപ്പെട്ടവനാണ്. പക്ഷേ ഇസ്രായേൽ മക്കളുടെ തകർച്ച കണ്ടപ്പോൾ, യെരൂശലേമിൻ്റെ തകർച്ച കണ്ടപ്പോൾ, ഹല്ലേലൂയ, ഞാൻ ആ വാക്യം വേണമെങ്കിൽ വായിക്കാം. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ സംസ്ഥാനത്തിൽ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ ചെവി ശ്രദ്ധിച്ചും നിൻ്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളായി പ്രവർത്തിച്ചിരിക്കുന്നു. ദാസനായ മോശയോട് നീ കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല. ഞങ്ങൾ ദ്രോഹം ചെയ്യാൽ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് ചെതറിച്ചു കളയും.
എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നമ്മളത് ഞാൻ എല്ലാം വായിക്കാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. നെഹമ്യാവിൻ്റെ ആ പുസ്തകം 1-ാം അധ്യായം എല്ലാവരും ഒന്ന് വായിക്കണം. മതിൽ പണിയാനായിട്ട് നെഹമ്യാവ് കൂട്ടരും കൂടി ശ്രമിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കണം. സൻബല്ലത്തും തോബിയാവും ആ യെരുശലേമിൻ്റെ ഉദ്ധാരണത്തിന് തടസ്സമായി നിൽക്കുന്നത് പിശാചിൻ്റെ നിഴലായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. നെഹമ്യാവും കൂട്ടരും കുളിക്കുമ്പോൾ പോലും ആയുധം കയ്യിൽ ധരിച്ചുകൊണ്ട് ശത്രുനിരക്കെതിരെ ശക്തമായ പ്രാർത്ഥനയും പ്രതിരോധവും സൃഷ്ടിച്ചുകൊണ്ട് മതിൽ പണിത് 52 ദിവസം കൊണ്ട് മതിൽ പണിത് തീർത്ത ചരിത്രം നെഹമ്യാവിൻ്റെ പുസ്തകം നമുക്ക് തരുന്നു. രാജസന്നിധിയിലിരിക്കുമ്പോഴും സ്വന്തം ജനത്തെക്കുറിച്ചും സ്വന്തം പട്ടണത്തെക്കുറിച്ചും ആകുല ചിന്തയുള്ളവൻ, പ്രാർത്ഥനയിൽ പോരാടുന്നവൻ, എഫഫ്രാസിന് തതുല്യമായി പഴയ നിമിത്തം പഠിക്കാൻ കഴിയുന്ന ഒരു കരുത്തനായ കഥാപാത്രമാണ് നെഹമ്യാവ്. എസ്രായുടെ പുസ്തകത്തിലൊക്കെ ഉണ്ട്, ഒത്തിരി നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകത്തിലുടനീളം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശത്രുനിരക്കെതിരെ പ്രാർത്ഥിക്കുകയും കരുത്തോടെ ജനത്തെ നടത്തുകയും ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ നമുക്ക് അവിടെയും കാണാൻ കഴിയും. ന്യായപാലനം നടത്തുന്നവരെ നമുക്ക് അവിടെയും കാണാൻ കഴിയും. ഇന്നിപ്പോൾ വന്ന് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, 10 ചക്രം ഉണ്ടാക്കണം, സൂഹിക്കണം. വേറെ ഒരു ചിന്തയില്ല. ദൈവമക്കൾ എങ്ങനെ പോയാലും, ദൈവസഭ എങ്ങനെ പോയാലും സ്വന്തം കാര്യം ചിന്താവാ. ആ നിലവാരത്തിലേക്ക് നമ്മുടെ ആത്മീയ ഗോളം ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. അതുകൊണ്ട് നെഹമ്യാവിനെ പോലെ എഫഫ്രാസിനെ പോലെയുള്ളവർ എഴുന്നേറ്റ് വരുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. 10-ാം വാക്യം വായിച്ചാൽ 9-10. ആ ആ ആ ആ ആമേൻ. ആ വളരണമെന്നും ആ സ്തോത്രം ആ ആ പൗലൂസിൻ്റെ ഒരു പ്രാർത്ഥന. എഫഫ്രാസിൻ്റെ ഒരു ക്വാളിറ്റി ഇവിടെ പറഞ്ഞാൽ അത് ഞാൻ വിട്ടുപോയി. ആത്മാവിലുള്ള സ്നേഹം നിങ്ങളോട് അറിയിച്ചവനുമാകും. ആത്മാവിലുള്ള സ്നേഹം. അപ്പോൾ കൊലോസിലെ വിശ്വാസികളുടെ ഈ നിലവാരങ്ങളൊക്കെ അപ്പോസ്തലന്മാർ കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? 9-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. കൊലോസിലെ വിശ്വാസികളുടെ ആത്മീയ നിലവാരം പ്രശംസനീയമാണ്. ഇന്നത്തെ സഭകളിലുള്ള പോലെയല്ല. ഗുണനിലവാരമില്ലാത്ത വിശ്വാസികളല്ല ഗലാത്യ സഭയിൽ, ഫിലിപ്പി സഭയിൽ, കൊലോസ് സഭയിൽ, റോമാ സഭയിൽ, കൊരിന്ത് സഭയിൽ, തെസ്സലോനിക്ക സഭയിൽ, ഗലാത്യ സഭയിൽ പിന്നെ കുറേ ന്യായപ്രമാണത്തിൻ്റെ കുറേ അതിപ്രസരമുള്ളവരുണ്ടെന്ന് വെച്ചോ. മറ്റുള്ള സഭകളിലൊക്കെ നല്ല ഗുണനിലവാരമുള്ള വിശ്വാസികൾ ഇഷ്ടംപോലെ ഉണ്ട്. കുറേ തിരുത്തൽവാദികൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അതെക്കാലത്തും എന്നും ഒന്നും ഉണ്ടാവും. അത് നമ്മൾ വിഷയമാക്കണ്ട. ആവറേജ് പഠിക്കുമ്പോൾ പോസ്റ്റ്മാരുടെ ഉപദേശം കേട്ടു വന്ന സഭകളിലൊക്കെ നല്ല കറുതീർന്ന വിശ്വാസികളുണ്ടായിരുന്നു. കൊലോസ്യ സഭയിലും അങ്ങനെയുള്ളൊരു ഗ്രൂപ്പുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവസ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് അപ്പോസ്തലന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയും അതുതന്നെ. അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. പൗലൂസ്, തിമോഥെയോസ്, തീത്തോസ്, ഫിലെമോൻ ആദിയായ ശുശ്രൂഷകന്മാർ സഭകൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവരുടെ മക്കൾക്ക് ജോലി കിട്ടാനും, വിസ കിട്ടാനും, വീട് വെക്കാനും, കാറ് മേടിക്കാനും, ലോറി മേടിക്കാനൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്. ഫോൾസ് പ്രെയർ എന്നും പറഞ്ഞ് ചില മാസങ്ങൾക്ക് മുമ്പ് 3-4 എപ്പിസോഡ് ഞാൻ ചെയ്തത് ഓർക്കുന്നുണ്ടോ? അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. പോസ്റ്റ്മാരുടെ പ്രാർത്ഥനകൾ, ഫോൾസ് പ്രെയർ, ലോർഡ്സ് പ്രെയർ ആൻഡ് ഫോൾസ് പ്രെയർ. പൗലൂസിൻ്റെ പ്രാർത്ഥന, കർത്താവിൻ്റെ പ്രാർത്ഥന. പൗലൂസിൻ്റെ പ്രാർത്ഥന ഫിലിപ്പിയ ലേഖനത്തിലൊരു പ്രാർത്ഥന, എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥന,
കൊലോസ്യ ലേഖനത്തിലൊരു പ്രാർത്ഥന, പ്രധാനമായും 4 പ്രാർത്ഥനകൾ, വേറെ കുറേ ഒത്തിരി ഉണ്ടെങ്കിലും എടുത്തു പറയാനായിട്ടുള്ള പ്രാർത്ഥനകൾ. ഈ 4 പ്രാർത്ഥനകളും ദൈവമക്കളായ വിശ്വാസികളും പാസ്റ്റർമാരും വായിച്ച് പഠിച്ചിരിക്കണം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിലെ പ്രാർത്ഥന ഏതാണ്? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയിലെ സഭയ്ക്ക് വേണ്ടി, കൊലോസ്യ സഭയ്ക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട്, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി തീരണമെന്നും പ്രാർത്ഥിക്കുന്നു. കൊലോസിലെ പ്രാർത്ഥന, കൊലോസർ 1-ന്റെ 9, 10, 11, 12 വാക്യങ്ങൾ. ഫിലിപ്പിയിലെ പ്രാർത്ഥന, ഫിലിപ്പിയർ 1-ന്റെ 9, 10, 11 പ്രാർത്ഥന. ഇനി എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥന ഒന്ന് വായിച്ചു പോകാം. എഫേസ്യർ 1-ന്റെ 16 മുതലുള്ള വാക്യങ്ങളിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന 16, 17, 18, 19 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലൊരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ 3-ന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. അത് നിമിത്തം തന്നെ ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, പുറമേയുള്ളവൻ ബലപ്പെടാനല്ല പ്രാർത്ഥിക്കുന്നത്, അകമേയുള്ളവൻ ബലപ്പെടേണ്ടതിന്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി, നീളം, ഉയരം, ആഴം എന്നിവ സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന, 3-ാം അധ്യായത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, വായിച്ച പ്രാർത്ഥന, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ 9, 10, 11 പ്രാർത്ഥന, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 10, 11, 12, 13 വാക്യങ്ങളിലെ പ്രാർത്ഥന. ദൈവത്തെ ഓർത്ത് ഇന്നത്തെ പെന്തക്കോസ്തുകാർ വിശ്വാസികളും പാസ്റ്റർമാരും ഈ പ്രാർത്ഥന നന്നായിട്ട് വായിച്ച് പഠിച്ച് അതിൻ്റെ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വല്ല ഗുണമുണ്ടാകും. അല്ലാതെ ഇന്നത്തെ ഈ പോക്കിലാണെങ്കിൽ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിച്ച് കുഴയുക വിശ്വാസം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ചെല്ലു പറയാറുണ്ട്, എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലില്ല പാസ്റ്റർ. അല്ല, വ്യവസ്ഥ വിട്ടിട്ടുള്ള പ്രാർത്ഥനയാണ്. പലസ്തീൻ ശിഷ്യന്മാരുടെ കർത്താവ് എന്താ പറഞ്ഞു? എന്തു പറഞ്ഞു? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം എടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. വേദോസ്തത്തിലെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ ചക്കും ചക്കാലയും കൂടി കിടന്ന് കറങ്ങിയാലും എല്ലാം ഒരു ഗുണമുണ്ട്? ഒരു ഗുണം ഉണ്ടാകത്തില്ല. അതവിടെ നടക്കുന്ന മുഴുവൻ. ഹല്ലേലൂയ. അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. 6-ന്റെ 25 മുതൽ ഉറച്ചു വായിക്കുക. 25 മുതൽ. അതുകൊണ്ട് ആ ആ ആ ആ ആ വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ഉടുപ്പും ആഹാരത്തെക്കാൾ വലുതെന്താണ്? ശരീരവും ജീവനും. നമ്മളിലുള്ളൊരു ജീവൻ ഈ പുറമെയുള്ള ശരീരമല്ല.
ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണവും ശരീരത്തിന് വേണ്ടുന്ന വസ്ത്രവും ശരീരത്തിന് വേണ്ടുന്ന സൗന്ദര്യവൽക്കരണം അതുകൂടി പറയണമല്ലോ. ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെ പറഞ്ഞേ മതിയാവും. മേക്കപ്പ്, പുട്ടിയിടൽ, കരിയടിക്കലല്ല. ഇത് ഈ ശരീരത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് വലുതല്ലയോ? അടുത്ത് ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവരയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പറവുകൾ ഇതൊന്നും ചെയ്യുന്നില്ലെന്ന്. അടുത്ത് അപ്പോൾ പറവുകളെ ദൈവം പുലർത്തുന്നു, പറവജാതിയെ ദൈവം പുലർത്തുന്നു. അവൻ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ഉണ്ടോ? അടുത്ത് അപ്പോൾ ഈ പറവജാതികൾക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരെ? എന്താ കർത്താവ് ചോദിക്കുന്നത്? അടുത്ത് ആർക്ക് കഴിയും? ഉടുപ്പിനെ ചൊല്ലി വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അപ്പൊ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നതുമില്ല. എന്നാൽ ശലോമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം വിചാരപ്പെടരുത്. ആവശ്യമെന്നറിയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. But seek you first the kingdom of God. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിപ്പീൻ. സ്വർഗരാജ്യം എന്ന് പറഞ്ഞ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഞങ്ങൾ പൊങ്ങത്തൊരു സ്ഥലത്ത് എടുത്തായിരുന്നു. അതിൽ ഈ വിഷയമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ളതും തിന്നാനുള്ളതും കുടിക്കാനുള്ളതും കിടക്കാനുള്ളതും പോകാനുള്ളതും എല്ലാം കിട്ടും. അതിലെ ദൈവരാജ്യം ദൈവനീതിയും അന്വേഷിക്കാത്ത ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളെയും കൊണ്ട് ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളം നിറഞ്ഞു കിടക്കുക. ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കാൻ ആരും ശക്തിയോടെ പറയുന്നുമില്ല. അവിടെ ചുരുക്കം ചിലരായി ഞങ്ങൾ കിടന്നിങ്ങനെ പറയുന്നുണ്ട്, ഇല്ലെന്നില്ല. ഒരു ചെറിയ ശേഷിപ്പ്. ബഹുഭൂരിപക്ഷവും നിന്റെ കഷ്ടത മാറ്റും, നിന്റെ കണ്ണീര് തുടയ്ക്കും, നിന്റെ വാഹനം മാറ്റിത്തരും, നിനക്ക് വീട് തരും, നിനക്ക് ലോറി തരും. ഇവിടെ അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്ന് വിചാരപ്പെടരുത്. ആദിയിലെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതോടെ നിങ്ങൾക്കിതെല്ലാം കിട്ടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നിട്ടാണ് ഉപമ പറഞ്ഞത്, പറവകളെ നോക്കുക, ആകാശത്തിലെ പറവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ഇതൊന്നും ചെയ്യാത്ത പറവജാതികൾക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷണവും സംരക്ഷണവും ദൈവം നൽകുന്നെങ്കിൽ ഈ പറവജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. ആദിയിൽ നിങ്ങൾ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവനീതി അന്വേഷിക്കുക, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുക, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുക, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുക, രൂപാന്തര ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുക, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുക, പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. ഈ പന്നി മുകളിലോട്ട് നോക്കുന്ന എപ്പോഴാണെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചത്. പന്നിനെ കൊല്ലാനായിട്ട് കൊണ്ടുപോകും. 2 കൈയും കെട്ടി 2 കാലും കെട്ടി ഈ സമാഗമന കൂടാരം കൊണ്ടുപോകണ പോലെ ഒരു വലിയൊരു കമ്പിൽ, ഒരു ഉണക്ക കമ്പിൽ കെട്ടി ഇങ്ങനെ കൊണ്ടുപോകും. സമാഗമന കൂടാരം തണ്ടിന്മേലാണ് കൊണ്ടുപോകുന്നത്, അത് വേറെ. ഇത് ഒരു ഒറ്റ തടിയിൽ 2 കാലും കൈയും കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അപ്പോഴാണ് ഇത് മുകളിലോട്ട് നോക്കുന്നത്. ചാകാം പോകുമ്പോഴാണ് മുകളിലോട്ട് നോക്കുന്നത്. അതുവരെയും താഴോട്ട് നോക്കി നടക്കുന്നു. അതുപോലെ ഇന്നത്തെ മനുഷ്യൻ്റെ ചിന്ത എപ്പോഴും ഭൂമിയിലെ കാര്യങ്ങൾ. ഈ കൊലോസ് ലേഖനത്തിൽ പറയുന്നതിൻ്റെ 3-ാം വാക്യത്തിൽ ക്രിസ്തുവിനോട് കൂടി ഉയർത്തുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതുമായി ഉയരത്തുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഉയരത്തുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തുള്ളത് ചിന്തിപ്പിൻ. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഉയരത്തുള്ളത് ചിന്തിക്കാനും ഉയരത്തുള്ളത് അന്വേഷിക്കാനും ആർക്കാ നേരം? ഈ ലോകത്തിൻ്റെ ചപ്പിനും ചവറിനും വേണ്ടി അതിൻ്റെ പിറകെ കിടന്ന് തലകുത്തി മറിയല്ലേ അതിന് പറ്റിയ കുറേ പാസ്റ്റർമാർ.
അതിന് പറ്റിയ കുറേ വിശ്വാസികൾ കിടന്ന് തുള്ളിച്ചാടുക ചുമ്മാ. പ്രിയമുള്ളവരെ, ഈ പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ കാര്യം ദൈവമക്കൾ ആദ്യം ഒന്ന് പഠിക്കണമെന്നാണ് എൻ്റെ ചിന്ത. നിരക്ഷര പക്ഷികളായ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് വിചാരപ്പെടരുത്. പറവകളെ പുലർത്തുന്ന ദൈവം നിങ്ങളെ പുലർത്തും. ഒരൊറ്റ കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ആദിയിലവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ബട്ട് സീക്ക് യു ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, ഇത് അന്വേഷിക്കുന്ന എത്ര പെന്തക്കോസുകാരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. വളരെ കുറവാണ്. ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച്, ഈ ലോകത്തിലെ വിഷയങ്ങളെക്കുറിച്ച് മാത്രം വ്യാകുലപ്പെട്ട് അവസാനം കാലയവനികൾക്കുള്ളിലേക്ക് പോവുക. കുടിച്ചിടാൻ പാസ്റ്റർമാർ റെഡി, കാരണം അവർക്ക് കവർ കിട്ടുമല്ലോ. ഇതൊക്കെ കഴിയുമ്പോൾ കവറും കിട്ടും, സ്നേഹിസും കിട്ടും. നല്ല രീതി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പാസ്റ്റർ ഉദ്യോഗം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവ മക്കളെ, ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കാനായിട്ട് എന്ത് ചെയ്യണം? അവരെ പ്രബോധിപ്പിച്ച് കേൾപ്പിക്കണം. സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അന്വേഷിച്ച് ആ ആത്മീയ അനുഭവത്തിലൂടെ അവർ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് തിന്നാനും കുടിക്കാനുള്ളതൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ മറുവശം ഭൗതിക കാര്യങ്ങളുണ്ട്. അതിനുള്ള വിശ്വാസികൾക്കില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ശുശ്രൂഷകന്മാർ ഇന്ന് ഭൂമിയിലില്ല. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മൂല്യച്ചതി. സഭകളുണ്ട്, 2000, 3000, 10000, 2000 ലക്ഷക്കണക്കിനൊക്കെ ഉണ്ട്. ലോകം മുഴുവൻ സുവിശേഷകന്മാരും എല്ലാം നിറഞ്ഞു കിടക്കുക. പക്ഷേ ഗുണനിലവാരമില്ല ഉള്ള വിശ്വാസികളും ശുശ്രൂഷകന്മാരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കതിലൊരു ഒരു വിഷയമില്ല. ഉള്ള യാഥാർത്ഥ്യം ഉള്ളതുപോലെ ഞാൻ പറയും. 10 പേരെ നമ്മളെ കയ്യിൽ കിട്ടിയുള്ളൂ, 2 പേരേ ഉള്ളൂ. അവരെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക, നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുക. ആത്മീക വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവർക്കുണ്ടാകട്ടെ. അതിൻ്റെ മറുവശത്തുള്ള ഭൗതിക നന്മകൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം അവർക്ക് നൽകി കൊടുക്കാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പൗലൂസിൻ്റെ പ്രാർത്ഥനയിലേക്ക് വരികയാണ്.